നമസ്കാരം. ഈ വാഗ്മി എന്ന ഈ പ്രസംഗ പരിശീലന കളരിയുടെ രണ്ടാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ആമുഖമായി കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് പ്രസംഗിക്കാനുള്ള തടസ്സങ്ങൾ. ആ പ്രസംഗിക്കാനുള്ള ആ ഒരു ആഗ്രഹത്തിൽ നിന്ന്, ആ ഒരു അഭിവാഞ്ചയിൽ നിന്ന്, അല്ലെങ്കിൽ ആ അഭിനിവേശത്തിൽ നിന്ന് നമ്മളെ എന്താണ് പിന്നോട്ട് പിടിച്ചു വലിക്കുന്ന ഘടകങ്ങൾ. ഒരു ഒഴിഞ്ഞു നിൽക്കുന്ന സ്വഭാവം. എല്ലാ സ്ഥലത്തുനിന്നും എനിക്കങ്ങ് ഒഴിഞ്ഞു നിൽക്കണം, എനിക്കങ്ങ് മാറി നിൽക്കണം, എനിക്ക് പ്രസംഗിക്കാനൊന്നും ഞാനില്ല, എന്നെ അതിനകത്തുനിന്ന് അങ്ങ് ഒഴിച്ചു നിർത്തണം എന്നുള്ള നമ്മുടെ ആ ഒരു മനോഭാവം. അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തെങ്കിലും മറന്നുപോയാൽ ഒക്കെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അവരൊക്കെ എന്നെ കളിയാക്കില്ലേ? അവരൊക്കെ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഒന്നും പറയാതിരുന്നാൽ ഞാൻ വലിയ മിടുക്കനാണ്, ഞാൻ വലിയ പ്രാസംഗികനാണെന്നൊക്കെ അവരൊക്കെ വിചാരിച്ചോളുമല്ലോ എന്നുള്ളതാണ്. മറ്റൊന്ന്, എനിക്ക് വലിയ അറിവൊന്നുമില്ല എന്നുള്ളൊരു ബോധം. എനിക്ക് വലിയ അറിവൊന്നുമില്ല, ഞാൻ എങ്ങനെ ഒരു പ്രസംഗിക്കാനാണ് എന്നൊക്കെ ഉള്ളൊരു ധാരണ. ഞാൻ കൂടുതൽ ഇങ്ങനെ വായിക്കുന്ന സ്വഭാവം എന്നുള്ള ആളൊന്നല്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. ഞാൻ കൂടുതൽ വായിക്കാറില്ല, എനിക്ക് കൂടുതൽ അറിവൊന്നുമില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ മാറി നിൽക്കുന്നതാണെന്ന് സ്വയം വിചാരിക്കുക. അത് ഈഗോ തന്നെയാണ്. ഈഗോ എന്ന് പറയുന്നത്, ഈഗോയ്ക്ക് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ഞാൻ എല്ലാത്തിനും അതീതനാണെന്നുള്ള ഭാവം. വേറെ ആരും എന്നോടൊപ്പം വരില്ല, ഞാൻ ഇങ്ങനത്തെ നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഉള്ളൂ ഞാൻ, അല്ലേ? അങ്ങനത്തെ ഒരു വളരെ ഒരു സുപ്പീരിയോറിറ്റി ആയിട്ടുള്ള ഒരു കോംപ്ലക്സ്. അങ്ങനെ അതും വരാം. അയ്യോ, ഞാനൊരു പാവം, എന്നെ അങ്ങ് വിട്ടേരെ, ഞാൻ ഈ മൂലയിൽ എവിടെങ്കിലും ഒഴിഞ്ഞങ്ങിരുന്നോളാം, എന്നെ പ്രസംഗിക്കാനൊന്നും വിളിക്കല്ലേ, എനിക്കൊന്നും അറിയില്ല എന്നുള്ള ഭാവം. ഇത് രണ്ടും ഈഗോയാണ്, അഹന്തയാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഒരു ഇതല്ലേ നമുക്ക് വേണ്ടത്. ജീവിതത്തിൽ തന്നെ ജ്ഞാനികൾ പറയുന്നത്, ഈഗോ എന്ന് പറയുന്നത് എത്ര വേണമെന്ന് അറിയാമോ? ഒരു ആഹാരത്തിൽ നമ്മൾ പാചക കുറിപ്പടിയില്ലേ, റെസിപ്പി, അത് പറയുമ്പോൾ പലരും മറ്റ് സാധനങ്ങളൊക്കെ ഒരു സ്പൂണ്, ഒരു തവി, ഒരു കപ്പ് എന്നൊക്കെ പറയുമ്പോൾ, ഉപ്പിനെ പറ്റി പറയുമ്പോൾ എന്ത് പറയും? ഒരു നുള്ള്, അല്ലെങ്കിൽ പാകത്തിന് എന്നൊക്കെ പറയും. അത്രയും മാത്രം ഈഗോ ആകാവൂ എന്നാണ് പറയുന്നത്. ഓൾ എൻകംപാസിങ് ഈഗോ എന്നാണ്. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു, ആരും അന്യരല്ല, നമ്മൾ എല്ലാവർക്കും നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്നുള്ള ഒരു ബിലോങ്ങിനെസ് ഉണ്ടാവുമ്പോൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ ഈഗോ നമ്മളിൽ നിന്ന് അങ്ങ് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്വയം അങ്ങനെ വിചാരിക്കരുത്. ചിലരെയും എനിക്ക് സഭാകമ്പം ഉണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ ഭയങ്കര പ്രയാസമാണ്. എന്താ ഈ സഭാകമ്പം എന്ന് പറയുന്നത്? ഒരു സഭയെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ. എനിക്ക് മുൻപരിചയമില്ല, ഞാൻ ഇതുവരെ ഞാനിങ്ങും പ്രസംഗിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എന്നെ ഇപ്രാവശ്യം എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് പ്രസംഗിക്കാതെ നമുക്ക് എങ്ങനെയാണ് മുൻപരിചയം കിട്ടുക? ചില പറയും, ഞാൻ ഇതിനു മുമ്പൊന്ന് നോക്കിയതാണ്, അപ്പൊ എനിക്ക് ഉദ്ദേശിക്കുന്ന വാക്കുകൾ എനിക്ക് ഇങ്ങനെ പുറത്തോട്ട് വരില്ല, ഞാൻ ഇങ്ങനെയൊക്കെ പറയണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വരും, പക്ഷെ എനിക്ക് ആ സമയമാകുമ്പോൾ ഒരു വിറയൽ ഉണ്ടാവുക, പിന്നെ ഈ ദാഹം ഉണ്ടാവുക, വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നു, വരളുന്നു, കുറച്ച് വെള്ളം വേണം, കണ്ണിൽ ഇരുട്ട് കയറുന്നു, എന്താ ചെയ്യേണ്ടത്, മുമ്പിലേക്ക് ആൾക്കാരെ ഒന്നും കാണുന്നില്ല, ശ്വാസം ഇങ്ങനെ തൊണ്ടയിൽ കുരുങ്ങുന്നു, ശ്വാസം മുട്ടുന്നു, ഈ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. ഇതൊക്കെയാണ് സഭാകമ്പത്തിന്റെ ലക്ഷണം. നമുക്ക് ഇതിന്റെ വാഗ്മി എന്ന് പറയുന്ന ഓൺലൈൻ പ്രസംഗ പരിശീലന പരിപാടി ഇതിനു മുമ്പ് നടത്തിയപ്പോൾ, അതിന്റെ അവസാനത്തെ എപ്പിസോഡ് ആയപ്പോൾ അതിനകത്തെ പാർട്ടിസിപ്പന്റ് പറഞ്ഞു, എനിക്ക് ഇത് പങ്കെടുക്കാൻ വരുമ്പോൾ എനിക്ക് സഭാകമ്പം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും എനിക്ക് സഭാകമ്പം ഉണ്ട്. എന്താണ്? സഭയോടുള്ള കമ്പം. ഒരു സഭയെ കാണുമ്പോൾ എനിക്ക് അവരെ കമ്പം, ഒരു താല്പര്യം, എനിക്ക് അഭിമുഖീകരിക്കണം, എനിക്ക് സംസാരിക്കണം, എനിക്ക് പ്രസംഗിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാവുന്നു എന്ന് പറയും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ സഭാകമ്പത്തിൽ നിന്ന് രണ്ടാമത് പറഞ്ഞ സഭാകമ്പത്തിലേക്കുള്ള പരിവർത്തനം, ഒരു മാറ്റം, അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വേണ്ടതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഈ തടസ്സങ്ങൾ മാറ്റണം. നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന, നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ഉണ്ടാക്കി എടുക്കുന്ന കുറച്ച് തടസ്സങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഉള്ള ചില തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങളെ നമുക്ക് മാറ്റിയെടുക്കണം. അത് നമുക്ക് വലിയ പ്രതിഭാശാലികളായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള പ്രഭാഷകരൊക്കെ അവരുടെയൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ കൂടി നമ്മളൊന്ന് കടന്നു പോകുന്നത് നല്ലതാണ്. തോമസ് ആൽവ എഡിസൺ, ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മഹാനായ ശാസ്ത്രജ്ഞൻ, നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഞാൻ ഒരു പ്രതിഭാശാലി അല്ല എന്നൊക്കെ നമ്മൾ പറയും, എനിക്ക് അതിനുള്ള പ്രതിഭയില്ല, എനിക്കുള്ള കഴിവില്ല എന്നൊക്കെ പറയും. എഡിസൺ പറയുന്നത് എന്താണ്? പ്രതിഭ എന്നാൽ 1% മാത്രമേ ഉള്ളൂ. 99% വിയർപ്പാണ്, കഠിനാധ്വാനം കൊണ്ടാണ്. നമുക്ക് പ്രതിഭ 1% മതി, 99% നമ്മുടെ കഠിനാധ്വാനം കൊണ്ട്
നമുക്ക് പ്രസംഗിക്കാനായിട്ടുള്ള, നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവും. ജീവിതത്തിൽ നമ്മൾ വലിയ വലിയ പ്രാസംഗികരാണെന്നൊക്കെ കണക്കാക്കിയിട്ടുള്ള, നമ്മളൊക്കെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, മനസ്സിലൊക്കെ വലിയ വിഗ്രഹങ്ങളായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരുടെയൊക്കെ മുൻകാല അനുഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പൊ ഡെമോസ്തനീസ് പഴയ പുരാണങ്ങളിലൊക്കെ വലിയ പ്രഭാഷകനാണ്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ്? അദ്ദേഹം ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ നമ്മളെ പ്രസംഗത്തിൽ പുറകോട്ട് വരിക. അദ്ദേഹത്തിന് വിക്കുണ്ടായിരുന്നു, സംസാരിക്കാനായിട്ടുള്ള സ്റ്റാമറിങ്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാം? അദ്ദേഹം ഈ കടപ്പുറത്ത് പോയിരുന്ന് കടലിലെ തിരമാലകളെ നോക്കി അവരെ കേൾവിക്കാരായിട്ട്, തിരമാലകളെ കേൾവിക്കാരായിട്ട് സങ്കല്പിച്ചുകൊണ്ട് സംസാരിക്കും. അപ്പൊ ഈ വിക്കുള്ളതുകൊണ്ട് ഈ മണൽ തരികളെല്ലാം അദ്ദേഹം വായിൽ വാരിയിടും. എന്നിട്ട് മണൽ തരികൾ ഇങ്ങനെ ചവച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് അദ്ദേഹം ആ വിക്ക് എന്ന് പറയുന്ന ആ ഒരു വൈകല്യത്തെ അദ്ദേഹം അതിജീവിച്ച് വലിയൊരു പ്രഭാഷകനായി തീർന്നു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ആദി ശങ്കരന് ശേഷം ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ശങ്കരനല്ലേ നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാര മഹാനായ സഖാവ് EMS അല്ലെ? അദ്ദേഹത്തിന് വിക്കുണ്ടായിരുന്നു, സംസാരിക്കുമ്പോൾ പ്രയാസമുണ്ടാകും. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ കിലോമീറ്ററുകൾ താണ്ടി നടന്നും സൈക്കിൾ ചവിട്ടിയും ഒക്കെ വന്നിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് അക്കാലത്ത് തടിച്ചു കൂടിയിരുന്നത്. ഒരു തമാശ തന്നെയുണ്ട്. അദ്ദേഹത്തോട് പത്രപ്രവർത്തകൻ ചോദിക്കുന്നു, അങ്ങേക്ക് എപ്പോഴും വിക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, എപ്പോഴും ഇല്ല, എനിക്ക് സംസാരിക്കുമ്പോൾ മാത്രമേ വിക്കുള്ളൂ എന്ന് പറഞ്ഞ അത്ര വലിയ നർമ്മബോധത്തിന്റെ ഉടമ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശാരീരികമായ ഒരു കുറവുണ്ടെങ്കിൽ അതൊരു നർമ്മബോധത്തിലൂടെ അദ്ദേഹം അതിനെ അതിജീവിച്ചു. വലിയ പ്രാസംഗികനായിരുന്ന എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം രാത്രിയിലൊക്കെ എന്ത് ചെയ്യും? ഒരു മരത്തിന്റെ കുറ്റി, മരം വെട്ടിയ ശേഷം അവശേഷിക്കുന്ന കുറ്റിയില്ല, അതൊരു സ്റ്റേജ് ആയിട്ട് പോഡിയമായിട്ടൊക്കെ സങ്കല്പിച്ച് അദ്ദേഹം അതിന്റെ പുറത്ത് കയറി നിന്നിട്ട് ആ വിജനമായിട്ടുള്ള ആ സ്ഥലത്തേക്ക് നോക്കി, അദ്ദേഹം വിദൂരതയിലേക്കൊക്കെ നോക്കി അദ്ദേഹം അഭിസംബോധന ചെയ്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ വിൻസ്റ്റൺ ചർച്ചിൽ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം രാവിലെ പാർലമെന്റിൽ പോകുന്നതിന് മുമ്പ് കുളിക്കാനായിട്ട് കുളിമുറിയിൽ കയറിയിട്ട് അദ്ദേഹം അതിനകത്ത് ഇങ്ങനെ സംസാരമൊക്കെ കേൾക്കുന്നു. അപ്പം പരിചാരകർ വിചാരിച്ചു അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് പറയാനായിട്ടാണോ എന്ന് വിചാരിച്ചിട്ട് നോക്ക് ചെയ്തിട്ട് എന്താണെന്ന് വിളിച്ചു വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ബ്രിട്ടീഷ് പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്താണ്? ബ്രിട്ടീഷ് പൊതുസഭയിൽ അദ്ദേഹം നടത്തുന്ന പ്രസംഗം അദ്ദേഹം കുളിക്കുന്ന സമയത്ത് ആ കുളിമുറിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഉറക്കെ പറഞ്ഞ് പരിശീലിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കഠിനാധ്വാനം കൊണ്ടാണ്, പരിശീലനം കൊണ്ടാണ് എല്ലാവരും ഉന്നതമായ നിലയിൽ എത്തുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ചെറിയ ചെറിയ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം ഇത് മതി, ഇത് വിട്ടെറിഞ്ഞു അങ്ങ്. ചില ആൾക്കാർ പറയും, ഞാൻ പ്രസംഗിക്കാനായിട്ട് കയറിയപ്പോൾ എനിക്ക് സഭാകമ്പം വന്നു, തൊണ്ട വരണ്ടു, വെള്ളം കുടിക്കണം തോന്നി, കണ്ണിൽ ഇരുട്ട് കയറി തോന്നി, ഒരു വാക്ക് പോലും ഓർമ്മ വന്നത്, അതുകൊണ്ട് ഞാനിങ്ങനെ മാറി. അതുകൊണ്ട് ഇനി ജീവിതകാലത്ത് ഞാൻ ഇനി പ്രസംഗിക്കാനേ പോകുന്നില്ല എന്ന് പറയുന്നവര്, അതും മഹാന്മാരുടെയൊക്കെ അനുഭവങ്ങൾ നോക്കണം. ഇപ്പൊ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ആ ഗാംഭീര്യം ഇല്ല, ഈ പ്രായത്തിലും അമിതാഭ് ബച്ചന്റെ ശബ്ദം കേട്ട ഏത് കൊച്ചുകുട്ടി ലോകത്തിന് ഏത് കോണിലിരുന്നായാലും തിരിച്ചറിയും. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആകാരവും നീളം, അദ്ദേഹത്തിന്റെ ശബ്ദമൊക്കെ സിനിമയ്ക്ക് ഒട്ടും തന്നെ ചേർന്നതല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓഡിഷന് പോയപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് നിർബന്ധിച്ച് അദ്ദേഹത്തെ അവിടെ നിന്ന് തിരിച്ചുവിട്ടതാണ്, റിജക്ട് ചെയ്തതാണ്. മഹാനായ ഗാനഗന്ധർവൻ യേശുദാസിനെ ആകാശവാണി അദ്ദേഹത്തിന്റെ ശബ്ദ പരിശോധന ഓഡിഷൻ നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം മോശമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ തിരിച്ചുവിട്ടാണ്. അന്ന് യേശുദാസ് പറയുന്നത്, ഓഹോ, എന്റെ ശബ്ദം മോശമാണ്, അതുകൊണ്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഈ പാട്ടെന്ന് പറയുന്ന പരിപാടിയെ അങ്ങ് നിർത്തുന്നു എന്ന് മഹാനായ യേശുദാസ് വിചാരിച്ചിരുന്നെങ്കിലും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് വലിയ പ്രചോദനം നൽകും. എമേഴ്സൺ പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഞാൻ പറയാം, എല്ലാ മെച്ചപ്പെട്ട പ്രാസംഗികരും ഒരു കാലത്ത് വളരെ മോശപ്പെട്ട പ്രാസംഗികരായിരുന്നു. എല്ലാ മെച്ചപ്പെട്ട നമ്മൾ എപ്പോഴും അത് ഓർത്താൽ മതി. ഓ, അയാൾ കൊള്ളാം, അദ്ദേഹം കൊള്ളാം, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് അടുത്ത് പോലും എനിക്ക് എത്താൻ നോക്കുന്നത്, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കാനേ പോകുന്നില്ല, അദ്ദേഹത്തെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് പ്രസംഗം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈ എമേഴ്സന്റെ വാചകങ്ങൾ നമുക്ക് ഉണ്ട്. എല്ലാ മെച്ചപ്പെട്ട പ്രാസംഗികരും ഒരു കാലത്ത് വളരെയധികം മോശപ്പെട്ട പ്രാസംഗികരായിരുന്നു. പരിശീലനത്തിൽ കൂടെ സാധിക്കാനാകാത്ത ഒന്നുമില്ല. പരിശീലനമാണ് ഒന്നാമത്തെ കാര്യം. നമുക്കൊരു പ്രസംഗം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി തയ്യാറാക്കാം. നമുക്ക് അതിന്റെ പോയിന്റ്സ് എല്ലാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ മുഴുവൻ എഴുതി വെച്ചില്ലെങ്കിൽ പോലും അതിന്റെ പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് ശീലിക്കാനൊക്കെ നമുക്ക് നമ്മുടെ മുറിയിൽ അടച്ചിട്ടിരുന്നായാലും, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 3-4 പേരെ വിളിച്ചു കൂട്ടിയിട്ടായാലും ഒക്കെ പ്രസംഗിക്കാം. അൽഫോൺസ് കണ്ണന്താനം മഹാനായ പ്രാസംഗികനാണ്. അദ്ദേഹത്തിന്റെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടും തന്നെ നല്ല അക്കാഡമിക് റെക്കോർഡ് ആയിരുന്നില്ല. പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹം വലിയ പ്രഭാഷകനും വലിയ ഉന്നത വിജയം നേടിയ IAS ഉദ്യോഗസ്ഥനൊക്കെ ആയി, പിന്നെ കേന്ദ്രമന്ത്രിയൊക്കെ ആയി. അദ്ദേഹം പറയുന്ന, അദ്ദേഹം കണ്ണാടിയിൽ നോക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഉറക്കെ പ്രസംഗിച്ച് പഠിക്കുമായിരുന്നു. കണ്ണാടി നോക്കിയിട്ട് പ്രസംഗിച്ച് പഠിക്കാം. നമുക്ക് ഒരു മുറിയിൽ അടച്ചിട്ട് നമ്മുടെ വീട്ടിലെ കണ്ണാടി തന്നെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് പ്രസംഗിച്ച് പഠിക്കാം. ശ്രോതാക്കളായിട്ട് നമ്മുടെ ഏറ്റവും അത്യാവശ്യപ്പെട്ട, വേണ്ടപ്പെട്ട നമ്മുടെ വീട്ടുകാര്, നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെയൊക്കെ ഉള്ളവരെ നമുക്ക്
പിന്നെ വിളിച്ചിട്ട് ഞാൻ ഒരു പ്രസംഗം ഒരു 3 മിനിറ്റ് നിങ്ങളൊന്ന് ഇരുന്ന് തരണം, എന്നെ പറ്റി ഞാൻ പ്രസംഗിക്കാൻ പോവാണ്, നമുക്കൊരു അഭിപ്രായം പറയണം എന്ന് പറയാം. പത്രം വായിക്കുമ്പോൾ നമ്മൾ പത്രത്തിൽ എന്താ ചെയ്യുക, പത്രത്തിലുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ എഴുതി ഒരു ഡയറിയിൽ, ഒരു പത്രത്തിൽ നിന്ന് ഒരു പോയിന്റ്, ഒരു പുതിയ അറിവ് ഒരു ദിവസം ഒരു പത്രത്തിൽ നിന്ന് വരുന്ന ഒരു പോയിന്റ് എഴുതി വെച്ചാൽ തന്നെ 365 ദിവസം കൊണ്ട് നമുക്ക് 365 പുതിയ അറിവുകളാണ് കിട്ടുന്നത്. ആ അറിവൊക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ പ്രസംഗത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ഒക്കും. ഇന്നത്തെ കാലത്ത് അതിനേക്കാളും നമുക്ക് റെഫറൻസിന് യാതൊരു സൗകര്യമില്ല. ആധുനിക സാങ്കേതിക വിദ്യ ഇത്രയും വികസിച്ചിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് പിന്നെ നമ്മുടെ പിന്നെ യൂട്യൂബിൽ കയറിയിട്ട് നമുക്ക് വലിയ വലിയ പ്രഭാഷണങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരുടെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാം. എന്തെല്ലാം ഗൂഗിൾ ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ നമുക്ക് ഒരു വിഷയം കിട്ടുന്നു. ആ വിഷയത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കണമെങ്കിൽ എന്തെല്ലാം സൗകര്യങ്ങളുള്ള, ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു വിഷയമില്ല അല്ലേ? അപ്പൊ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ആ പോയിന്റ്സ് എല്ലാം നമുക്ക് കുറിച്ചെടുക്കാം. നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ വേണമെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് ടേപ്പ് റെക്കോർഡോ അങ്ങനത്തെ പോലും ആവശ്യമില്ല. മൊബൈലിൽ തന്നെ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാം. ഓഡിയോ റെക്കോർഡ് നമുക്ക് തന്നെ കേൾക്കാം. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ പറ്റി അത് കേൾപ്പിച്ചിട്ട് നമുക്ക് അഭിപ്രായം പറയാം. നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ് പിന്നെ നമുക്ക് തന്നെ ഇട്ട് കാണാം. ഇപ്പൊ നമ്മുടെ മാനറിസംസ്, നമ്മൾ പറയുന്നതിനകത്തുള്ള അപാകതകളൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും. അല്ല, നമുക്ക് അറിയാവുന്ന മറ്റാൾക്കാരുടെ നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് ഇത് കേൾക്കാം. വലിയ വലിയ ആരാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രഭാഷകൻ അല്ലെ? ചിലർക്ക് സുകുമാർ അഴീക്കോട് സാറായിരിക്കും, മറ്റേ എല്ലാം യൂട്യൂബിൽ എവിടെയുണ്ട്. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിൽ കിട്ടാത്ത എന്താണുള്ളത്? അപ്പൊ അതെല്ലാം നമുക്ക് കേൾക്കാം. അതിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല നല്ല പോയിന്റ്സ് ഒക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമ്മുടെ സ്വന്തം ശൈലി നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ തന്നെ ശൈലി ജീവിതത്തിൽ നമ്മൾ പകർത്തണം. വേറൊരാളുടെ പ്രസംഗമൊക്കെ ഒരുപാട് കേൾക്കാം നമുക്ക്, പക്ഷെ അനുകരണം ശീലം നമുക്കൊട്ടും നല്ലതല്ല. ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ പറയാം, റാണു മൊണ്ടേൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുകിട്ടിയ ഒരു ഗായിക അല്ലെ, ലതാ മങ്കേഷ്കറിനെ പോലെ പാടുന്നതിന് ആദ്യം വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പൊക്കെ അവർക്ക് കിട്ടി. പക്ഷെ കുറച്ച് ഇപ്പൊ അവരെ പറ്റി കേൾക്കാനില്ല. എന്താണ്, ലതാ മങ്കേഷ്കറെ പോലെ പാടുന്നതിന് ലതാ മങ്കേഷ്കർ ഉണ്ട്. റാണു മൊണ്ടേലിൻ്റെതായിട്ടുള്ള പ്രത്യേക ശൈലി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് കുറച്ച് കഴിയുമ്പം അനുവാചക വൃന്ദം അന്വേഷിക്കുക. യേശുദാസിനെ ഇതെല്ലാം പോലെ തന്നെ പാടുന്ന, അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ എന്ന് പറയിപ്പിക്കുന്ന രീതിയിൽ പാടുന്ന പ്രഗത്ഭരായിട്ടുള്ള യുവ ഗായകർ നമുക്കുണ്ട്. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ശൈലി കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ നമ്മുടേതായിട്ടുള്ള ശൈലി എങ്ങനെ രൂപപ്പെടുത്താം, നമ്മുടേതായിട്ടുള്ള ഒരു ശൈലി എങ്ങനെ രൂപപ്പെടുത്തും, എങ്ങനെ ശാസ്ത്രീയമായിട്ട് മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പരിശീലിക്കാം, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പടിപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് രണ്ടാമത്തെ പടിയാണ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പടി എന്ന് പറയുന്നത് ഇനി അടുത്ത 3-ാമത്തെ എപ്പിസോഡിലാണ് അല്ലെ. മുൻ എപ്പിസോഡുകൾ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിന്റെ കമന്റ് ബോക്സിൽ തന്നെ നമുക്ക് ഒരു എന്താണ് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാം. സംശയങ്ങൾക്കെല്ലാം മറുപടി കിട്ടും. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ടുള്ള മാർഗമുണ്ട്. അപ്പൊ ഇത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിത് ഒരുമിച്ചൊരു യാത്ര നമ്മളിങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് 2-ാമത്തെ എപ്പിസോഡ് ആയിട്ടുള്ളൂ. 25, 26 അതിലധികമോ എപ്പിസോഡിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മുടെ പ്രസംഗ പരിശീലനത്തിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വ വികസനത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ആ യാത്ര തുടരാം. നന്ദി, നമസ്കാരം.